മൽ ഇസ്ലാം മൽ ഇഹ്സാൻ. മെയിനായി 3 ചോദ്യങ്ങളാണ് റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചത്. റസൂലുള്ളാഹി അതിന് വ്യക്തമായ മറുപടി പറയും. അൽ ഈമാനു തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദർ ഖൈരിഹി വശർരിഹി. സഹീഹിന്റെ ഹദീസിൽ കാണാം ഈമാൻ 6 കാര്യം റസൂലുള്ളാഹി പറയുന്നു. ഉടനെ ആ വ്യക്തി പറയുന്നു സദഖത, പറഞ്ഞത് സത്യമാണ്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറയുന്നു അജ്ബിനാല, ഞങ്ങൾക്ക് ആശ്ചര്യം. കാരണം ലിഅന്നഹു യസ്അലുഹു, ഒരു വിദ്യാർത്ഥിയെ പോലെ ചോദിക്കുന്നു. വയസദ്ദിഖുഹു, ഒരു പണ്ഡിതനെ പോലെ സത്യമാണെന്ന് പറയുന്നു. ആശ്ചര്യം തന്നെ. തുടരുന്നു ചോദ്യം, വൽ ഇസ്ലാം, ഇസ്ലാം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അൽ ഇസ്ലാം അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت. ഇസ്ലാം 5 കാര്യം എണ്ണിക്കൊടുക്കുന്നു. ശേഷം ചോദിക്കുന്നു മൽ ഇഹ്സാൻ, എന്താണ് ആത്മമായ വളർച്ചക്ക് മനുഷ്യന് വേണ്ടത് എന്താണ്? റസൂലുള്ളാഹി പറയുന്നു തഅബ്ദുല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അല്ലാഹു കാണുന്നു എന്ന നിലക്കായിരിക്കണം നീ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ. ജനങ്ങൾ കാണാൻ വേണ്ടിയാകരുത്, അല്ലാഹു കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നിലക്ക് നീ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും ഇങ്ങോട്ട് കാണുന്ന റബ്ബിനെ നീ ആരാധിക്കണം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. കാര്യമായ ഈ 3 ചോദ്യമാണ് സഹോദരന്മാരെ ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. ആ സഹോദരൻ 1-2 ചെറിയ ചോദ്യങ്ങളും കൂടി ചോദിച്ച് അപ്രത്യക്ഷനായി. മദീന പള്ളിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും പറയുന്നു, അതാ അല്പനേരം കഴിഞ്ഞ് അതാ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. റസൂലുള്ളാഹി പറയുന്നു നിങ്ങൾ ഒന്ന് പോയി നോക്കണം അയാൾ എവിടെ എത്തി. ഒഴിഞ്ഞു കിടക്കുന്ന മദീന മുറ്റത്ത് അദ്ദേഹത്തെ കാണാനില്ല. എവിടേക്കാ പോയതെന്നറിയില്ല. സ്വഹാബത്ത് പെട്ടെന്നൊന്നും ചോദിക്കാറില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു ഫലബിസ്തു മലിയ ഐ സമനൻ ത്വീല, കുറച്ച് ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞു. 3 അയ്യാം, 3 ദിവസം കഴിഞ്ഞു. റസൂലുള്ളാഹി ഒന്നും ഇങ്ങോട്ട് പറയാതിരുന്നാൽ സഹാബത്ത് ചോദിക്കും. 3-ാമത്തെ ദിവസം റസൂലുള്ളാഹി ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് ചോദിക്കുന്നു, യാ ഉമർ അതദ്രി മനിസായിൽ, ആരായിരുന്നു 3 ദിവസം മുമ്പ് എന്റെ മുമ്പിൽ വന്ന് ഇസ്ലാം ഈമാൻ ഇഹ്സാൻ ചോദിച്ചതെന്ന് അറിയുമോ? ഖാല, ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറയുന്നു അല്ലാഹു വ റസൂലുഹു അഅലം. സ്വഹാബത്തെ കിറാമിന്റെ പ്രയോഗമാണ്. അല്ലാഹു അഅലം എന്ന് മാത്രമല്ല അവർ പറയുന്നത്, അല്ലാഹു വ റസൂലുഹു അഅലം, ലോകത്തുള്ള എല്ലാ രഹസ്യങ്ങളും അല്ലാഹുവും അവന്റെ റസൂലും അറിയും എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഏത് രഹസ്യവും അറിയിക്കപ്പെട്ടവരാണ് റസൂലുള്ളാഹി തങ്ങൾ. നബി തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രഹസ്യവും അറിയിച്ചിരിക്കുന്നു. നബി തങ്ങൾക്ക് അറിയാത്ത ഒരു അറിവ് ഇല്ല. നബി തങ്ങൾക്കറിയാത്ത ഒരു അറിവ് ഇല്ല. വാനലോകത്തില്ല, ഭൂമിയിലില്ല, ഭൂമിന്റെ അന്തർഭാഗത്തില്ല, ആകാശലോകത്തിന്റെ അപ്പുറത്തില്ല, അർശിലില്ല, കുർസിയിലില്ല. ലോകത്തുള്ള എല്ലാവരുടെ റിപ്പോർട്ട് റസൂലുള്ളാഹി തങ്ങൾക്കറിയാം. സഹീഹായ ഹദീസിൽ 1 അല്ല 2 അല്ല 10 അല്ല ഹദീസുകളിൽ മുത്തുനബി തങ്ങൾ ഇക്കാര്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഉമ്മത്തിനെ മാത്രമല്ല, കഴിഞ്ഞുപോയ മുഴുവൻ ഉമ്മത്തിന്റെ ചരിത്രവും സംഭവങ്ങളും വ്യക്തമായി നബി തങ്ങൾക്കറിയാം. കാരണം നോക്കിക്കണ്ടവരാണ് നബി തങ്ങൾ. ലോകത്തെ പടക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലുണ്ട്. എല്ലാ ലോകത്തിന്റെയും അവസ്ഥ നോക്കിക്കണ്ടവരാണ് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ. തങ്ങളുടെ മദ്ഹിന്റെ സ്റ്റേജ് അല്ലാത്തതോട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എല്ലാ അറിവും റസൂലുള്ളാഹി തങ്ങൾക്കുണ്ട്. എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ഓരോന്നിനെയും പടക്കുന്നത് നോക്കിക്കണ്ടവരാണ് റസൂലുള്ളാഹി തങ്ങൾ. അതുകൊണ്ട് തന്നെ ഒന്നും അവിടത്തേക്ക് അറിയാതെ പോവുകയില്ല, ഒന്നും അവിടത്തേക്ക് കിട്ടാതെ പോവുകയില്ല. ചില വിഷയങ്ങൾ ചിലപ്പോൾ റസൂലുള്ളാഹിക്ക് മറക്കപ്പെടും, ചിലപ്പോൾ മറപ്പിക്കപ്പെടും, അതുണ്ടാവാറുണ്ട്. ചിലപ്പോൾ മറയിടപ്പെടും, അപ്പോൾ പറയാറില്ല. അല്ലാഹു പറയട്ടെ എന്ന് പറയും. പറയാൻ പറയുമ്പോൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം അറിയുന്നവരാണ്. സ്വഹാബത്ത് സഹീഹിന്റെ ഹദീസിൽ കാണാം അല്ലാഹു വ റസൂലുഹു അഅലം, നബി തങ്ങൾക്കും അല്ലാഹുവിനും അറിയാം കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു ദാക ജിബ്രീൽ അതാകും ലിയുഅല്ലിമകും ദീനകും. ജിബ്രീൽ ആയിരുന്നു അത്. അതാകും, അവര് വന്നത്
ലിയുഅല്ലിമക്കും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാണ്, എനിക്ക് പഠിപ്പിച്ചു തരാനല്ല, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാണ്. അതിനു വേണ്ടിയാണ് അവർ അങ്ങനെയൊക്കെ ചെയ്തത്. ദീനക്കും നിങ്ങളുടെ ദീൻ ഏതാണെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ. അള്ളാഹുവിന്റെ ദീന് മുഴുവനും ആ 3 ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്നു. അതിന്റെ അപ്പുറമുള്ളതൊന്നും ദീനല്ല, അതിന്റെ ഉള്ളിലുള്ളത് മാത്രമേ ദീനുള്ളൂ. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ ഈമാനിന്റെ രംഗത്ത് പഠിപ്പിച്ചതായ ആ 6 കാര്യങ്ങൾ അതിന്റെ വിശദമാണ്. വിശ്വാസപരമായ മുഴുവൻ കാര്യങ്ങളും ഇസ്ലാമിന്റെ രംഗത്ത് പഠിപ്പിച്ച ആ കാര്യമാണ്. കർമ്മപരമായ മുഴുവൻ കാര്യങ്ങളും ആത്മീയ രംഗത്ത് പഠിപ്പിച്ച ആ കാര്യമാണ്. നമ്മുടെ ഭാഷയിൽ തസവൂഫ് എന്ന് പറയുന്ന വിഷയങ്ങൾ മുഴുവനും, ത്വരീഖത്തും ഹഖീഖത്തും മുഴുവനും അവസാനമായി നബി തങ്ങൾ പഠിപ്പിച്ച ആ വിഷയമാണ്. ഈ 3 കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനക്ക് അടിത്തറയായി നബി തങ്ങൾ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ ഒന്നൊഴിവാക്കിയാൽ അവൻ മുഅ്മിനല്ല, അവൻ മുസ്ലിമല്ല. ഇതെടുക്കുന്നവൻ മാത്രമാണ് മുഅ്മിൻ, മുസ്ലിം. നമ്മൾ മനസ്സിലാക്കണം. അഇമ്മത്തി ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ദീനിന്റെ മുഴുവൻ കാര്യങ്ങളും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എല്ലാ വിഷയവും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിൽ ഈമാനിന്റെ കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ നമുക്കിപ്പോൾ ടൈമില്ല. വിശാലമായ ലോകം. പണ്ഡിതന്മാർ അതിനെ അഖീദ, ഇൽമുൽ കലാം എന്ന് വിശദമായി പേര് പറയും. നമ്മളതൊക്കെ പഠിക്കണം. കുറച്ചൊക്കെ അഖീദ പഴയ കാലത്തൊക്കെ നമ്മൾ പഠിച്ചിരുന്നു, വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ബാഹ്യമായി തെളിവുകളൊന്നും പഠിക്കാതെ. എന്നാൽ പള്ളി ദർസിലൊക്കെ ഇന്നും അതിന്റെ തെളിവുകൾ അടക്കം പഠിക്കുന്ന ബൃഹത്തായ ഗ്രന്ഥങ്ങൾ ഓതുന്നുണ്ട്, ഓതിക്കൊടുക്കുന്നു. അതിന്റെ ഇൽമുൽ കലാമെന്നും അതിന്റെ ഹൃസ്വരൂപത്തിലേക്ക് അഖീദ എന്നൊക്കെ പറയും. വിശാല ലോകം, അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. അഖീദത്തുൽ അവാം ചെറിയൊരു കിതാബ് കാണാം. ഉമ്മമാരൊക്കെ പഴയ കാലത്ത് ദിക്റിന്റെ ഏടിൽ അത് ചൊല്ലാറുണ്ട്. അത് ദിക്റാക്കാൻ പറ്റിയതാണ്. എന്തുകൊണ്ട്? പല നിലക്കും ദിക്റിന് പറ്റിയതാണ്. അല്ലാമ മർസൂഖിയാണ് അതിന്റെ രചയിതാവ്. അതൊരു ബാഹ്യ രചയിതാവ്. ഉറക്കത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വന്നുകൊണ്ട് ചൊല്ലിക്കൊടുത്ത ബൈത്തുകളാണ്. നളീമു ഹാദാ അഹ്മദുൽ മർസൂഖി മയ്യന്തമി ലിസ്വാദിഖിൽ മസ്ദൂഖി. ഇത് രചിച്ചവൻ അഹ്മദുൽ മർസൂഖി എന്ന സയ്യിദ് ഒരു തങ്ങളാണ്. നളംതുഹ, ഇത് ഞാൻ രചിച്ചത് ബിൽ ഹറമിൽ മക്കി കാന നളമുഹാ ബിറുയത്തിൽ മുഖ്താരി ത്വബാ വൽഉഹാ. മക്കത്തെ ഹറമിൽ വെച്ചുകൊണ്ടാണ് ഇത് രചിച്ചത്. റസൂലുള്ളാഹിനെ കണ്ട് അവിടുത്തെ ആശീർവാദത്താലാണ് ഇതിന്റെ വരികൾ ലഭിച്ചത് എന്ന് മഹാനവറുകൾ പറയുന്നു. അതിന്റെ വരികൾ റസൂൽ